So my dear civil engineers, നമുക്ക് ഒരുപാട് ഓവർസിയർ എക്സാംസുകളാണ് ഈ വരാൻ പോകുന്ന മാസങ്ങളിൽ വരുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ലാർജ് വേക്കൻസീസ് ഫില്ല് ചെയ്യുന്ന നമ്മുടെ PWD ഇറിഗേഷൻ ഗ്രേഡ് 2 എക്സാം, അതുപോലെ തന്നെ നമ്മുടെ KWA ഗ്രേഡ് 3 എക്സാം, അതിൻ്റെ കൂടെ ഹാർബർ ഗ്രേഡ് 2 ഗ്രേഡ് 3. ഇതിപ്പോൾ എത്രത്തോളം എനിക്ക് ഓർമ്മയിൽ വന്ന എക്സാംസുകളാണ് അല്ലേ. ഇതല്ലാതെ ഇനിയും കുറേ എക്സാംസുകൾ, കുറച്ച് ഒഴിവുകളൊക്കെ ആയിട്ട് ഒരുപാട് ഓവർസിയർ എക്സാംസുകൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി വരാനിരിക്കുന്നതും ഒരുപാട് ഓവർസിയർ എക്സാംസുകൾ ഉണ്ട്. നമുക്കറിയാം LSCD ഗ്രേഡ് 1, 2, നമ്മുടെ PWD ഇറിഗേഷൻ തന്നെ ഗ്രേഡ് 1 എക്സാം, അങ്ങനെ ഒരുപാട്. ഞാൻ പറഞ്ഞേ, ഞാൻ ഈ പറഞ്ഞ എക്സാംസുകളൊന്നുമല്ല, ഇതല്ലാതെ ഒരുപാട് എക്സാംസുകളാണ് നമുക്ക് ഈ വരാൻ പോകുന്ന 2025 സിവിൽ എഞ്ചിനീയേഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെ, ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസുകളായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ നമ്മൾ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. അവസാനം കൊണ്ടുപോയി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഡേറ്റ് വന്ന ആ ഒരു 3 മാസത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എത്ര നേരത്തെ നമ്മൾ പഠിച്ചു വെച്ച് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാം, മികച്ച റാങ്ക് കിട്ടാൻ പറ്റും. വെറുതെ നമ്മുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ, സപ്ലിമെന്ററി ലിസ്റ്റിലോ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ അവസാനമായിട്ട് ലിസ്റ്റിൽ കയറിക്കൂടാ എന്നുള്ളതാവരുത് നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്താവണം, നമുക്ക് നല്ലൊരു റാങ്ക് തന്നെ, ഒരു 50-100ന്റെ ഉള്ളിൽ തന്നെ റാങ്ക് കിട്ടി ജോലി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റാങ്ക് തന്നെ നമ്മൾ നേടിയെടുക്കണം. അപ്പൊ ഇവിടെ സൈലത്തിന്റെ കാലിക്കറ്റ് ക്യാമ്പസിൽ വെച്ച് പുതിയ ഓവർസിയർ ഓഫ്ലൈൻ ബാച്ച്, ഓക്കെ. അപ്പോൾ കഴിഞ്ഞ 2 ഓഫ്ലൈൻ ബാച്ചുകളും വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3ാമത്തെ ഓഫ്ലൈൻ ബാച്ച് കോഴിക്കോട് ഇവിടെ കാലിക്കറ്റ് ക്യാമ്പസിലെ ഓഫ്ലൈൻ ബാച്ച് ഈ വരുന്ന ഡിസംബർ 5-ന്, ഡേറ്റ് ഓർത്ത് വെച്ചോ, ഡിസംബർ 5-ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ കാലാവധി ഏകദേശം 5 to 6 മാസമായിരിക്കും. നിങ്ങൾക്ക് വീക്കിലി വരുന്ന ക്ലാസ്സുകൾ വീക്കിലി ഏകദേശം 3-4 ദിവസങ്ങൾ, ഓക്കെ, 3-4 ദിവസങ്ങൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ നേരത്തെ പ്രൊവൈഡ് ചെയ്യും. 5-6 മണിക്കൂറായിട്ടായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ കാര്യത്തിലൊന്നും ഒരു രീതിയിലുള്ള കൺഫ്യൂഷനോ ഡിസ്കഷനോ വേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ തന്നെയാണ് ക്ലാസ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സിവിൽ ക്ലാസ്സുകളാണ് ഇപ്പോൾ സൈലം ടെക്നിക്കൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആദർ സാർ ആയാലും അസ്നമിസ്, മേഘ്നമിസ്, നിഖിൽ സാർ ഒക്കെ എല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സുകൾ ഈ ഏറ്റവും കുറഞ്ഞ ഫീസിൽ, അതായത് നിങ്ങൾക്ക് ഒരു ഫീസ് വരുന്നത് 10,000 ആണ്. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 പേർക്ക്, നമ്മുടെ ഒരു ബാച്ചിന്റെ സ്ട്രെങ്ത് മാക്സിമം 50 ഒരു ഓവർസിയർ ബാച്ചിന്റെ സ്ട്രെങ്ത്. അതിൽ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 പേർക്ക് 10,000 ആണ് നമുക്ക് ഫീസ് വരുന്നത്. ഈ ഒരു കുറഞ്ഞ ഫീസിൽ ഇത്രയും നമുക്ക് 500ന്റെ അടുത്ത അവറുകൾ വരുന്ന കംപ്ലീറ്റ് ഓവർസിയർ ഗ്രേഡ് 1 മുതൽ 3 വരെയുള്ള കംപ്ലീറ്റ് സിലബസുകൾ കവർ ചെയ്യുന്ന രീതിയിൽ നിമി ടോപ്പിക്കുകൾ അടക്കം കവർ ചെയ്തുകൊണ്ടുള്ള ഇത്രയും ക്ലാസ്സുകൾ ഈ ഒരു കുറഞ്ഞ ഫീസുകളിൽ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു കുറഞ്ഞ ഫീസിൽ ഇത്രയും മികച്ച ക്ലാസ്സുകൾ, നിമി ബേസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും എക്സാംസുകളായിരിക്കും. അത് ടോപ്പിക് ടെസ്റ്റുകളാവാം, സബ്ജക്ട് ടെസ്റ്റുകളാവാം, റിവിഷൻ ടെസ്റ്റുകളാവാം, മോക്ക് ടെസ്റ്റുകളാവാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടെസ്റ്റുകളായിരിക്കും. അതായത് നമ്മൾ മാക്സിമം എക്സാംസുകൾ എഴുതിയിട്ടും ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തിയിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ആ വരാൻ പോകുന്ന ഒരു എക്സാമിന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഒരു പേഴ്സണൽ മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസുകൾ, നോട്ട്സുകൾ, ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഞാനെന്താ പറയുന്നത്, വീണ്ടും പറയുന്നത്, നമ്മൾ ഈ വരാൻ പോകുന്ന എക്സാംസുകൾക്ക് നമ്മൾ എത്ര നേരത്തെ, നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഒരുപാട് ആളുകൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും, ഇപ്പോൾ നിങ്ങൾ തന്നെ വരുന്ന കലണ്ടറുകളിലൊക്കെ ഈ വരുന്ന നവംബർ 22-ന് എക്സാം ഉണ്ട്, ജനുവരി 7-ന് ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 1-2 മാസങ്ങൾ കൂടുമ്പോൾ നമുക്ക് സിവിലുകാർക്ക് എക്സാംസുകൾ വന്നുകൊണ്ടേയിരിക്കും, ഓവർസിയർ എക്സാംസുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന എക്സാമാണ് നോക്കുന്നത്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ ആലോചിച്ച് നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ല, ഈ വന്ന എക്സാംസുകളായാലും വരാൻ പോകുന്ന എക്സാംസുകൾക്കൊക്കെ നേരത്തെ ഒരു നല്ലൊരു അടിപൊളി സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് എത്ര നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നോ അത്രത്തോളം നമുക്ക് എന്താണ്, നേരത്തെ നല്ലൊരു മാർക്ക് വാങ്ങി മികച്ച ഒരു റാങ്ക് നേടാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ഡിസംബർ 5-നാണ് കാലിക്കറ്റ് ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. ബാച്ച് ക്ലോസ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു നമ്പറിൽ 9995100800 എന്നുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാച്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 10,000 എന്ന് പറയുന്ന ഈ ഒരു ഫീസിൽ ഇത്രയും, ഞാൻ പറഞ്ഞില്ല, ഏതൊരു ഓവർസിയർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും നിങ്ങളെ റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു ഓഫ്ലൈൻ ബാച്ച് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ
പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് അല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഹോസ്റ്റൽ എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. കാരണം നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ മാറി നിന്ന് പഠിക്കുന്നതാണ്, വീട്ടിൽ പോയി വരുന്നതിനേക്കാളും. ഓക്കെ, കാരണം നമ്മൾ ഈ ഒരു 5-6 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻസുകളും കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡിസംബർ 5-ന് നമ്മൾ ഓഫ്ലൈൻ ബാച്ചിൽ വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഈ കാലിക്കറ്റ് ക്യാമ്പസിൽ ഡിസംബർ 5-നാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.